നമുക്കേ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു ഓട്ടട ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കി കഴിച്ചായിരുന്നേ. അത് മധുരത്തില, ശർക്കരയൊക്കെ ചേർത്തിട്ട്. ഇപ്പം നമ്മൾ ഡയറ്റ് ഒക്കെ ആയതുകൊണ്ടേ ഈ സ്വീറ്റ് പൊട്ടറ്റോയെ തന്നെയാണ് ഒരു പരിപാടി. അപ്പൊ ഞാൻ ഇന്ന് അതിനെ വേറൊരു രീതിയിലാണേ, സ്വീറ്റ് പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മുടെ കൂവപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ഓട്ടടയാട്ടോ. അതിന് എന്തൊക്കെയാ വേണ്ടിയെന്നറിയോ? കൂവപ്പൊടിക്ക് തേങ്ങ നന്നായിട്ട് വേണം, അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ്. അപ്പം ഞാൻ ദേ ഒരു കുറച്ച് തേങ്ങ, ഒരു പിടുത്തം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി സവോള അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. അപ്പം ഇന്ന് നമ്മൾ മധുരത്തിലല്ല, സ്വീറ്റ് പൊട്ടറ്റോടെ ആ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ എരിവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് മാറി മാറി കഴിച്ചു നോക്കണ്ടേ. അപ്പോൾ ഇതാ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, ഞാൻ 4 കഷ്ണം എടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ പകുതി, വലിയ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു, അതിൻ്റെ പകുതി എടുത്തേക്കുന്നത്. പുഴുങ്ങി വെച്ചേക്കുക. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ടിടാം. ഇനി ഇതിങ്ങനെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാപ്പീര, സവോള, പച്ചമുളക് 2 എണ്ണമാണ്, കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചതാണ്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇങ്ങനെ തന്നെ അടച്ചിട്ട് തിന്നാൻ നല്ലതാട്ടോ. ഇനി നമ്മുടെ കൂവപ്പൊടിയാണ് കേട്ടോ, അത് നമ്മൾ പാകത്തിന് എടുത്ത് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഒരു വാഴയില എടുത്തു. വാഴയിലയിൽ ഒരു ഇച്ചിരി നെയ്യ് തടാവേ. കൂടെ ഭയങ്കരമായിട്ട് ഡയറ്റോ ഹെൽത്തൊക്കെ നോക്കുന്നവരാണെങ്കിൽ നെയ്യൊന്നും വേണ്ട. സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാവേ. ഇത് പരത്താം. കനം കുറച്ചങ്ങ് അടച്ചിട്ടു കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂവപ്പൊടിയാണ് കേട്ടോ അത്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ കൂവപ്പൊടിയുടെ ആവശ്യം വന്നു തുടങ്ങി കേട്ടോ. ഭയങ്കര ചൂടായി പകല്. രാത്രിയിൽ ഇനി മഴയൊക്കെ അങ്ങോട്ട് മാറും, നല്ല ചൂടായി തുടങ്ങി. ഇനി കൂവപ്പൊടിയൊക്കെ കുറുക്കി കുടിക്കേണ്ടി വരും, അത്ര ചൂടാ. നല്ല പോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. ഇത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ, ഇത് നല്ല ടേസ്റ്റാണ്. നെയ്യ് വേണ്ടെങ്കിൽ ബട്ടർ തേച്ചോ. ചെറു തീയിൽ മൂടി വെച്ചിട്ട് അങ്ങ് വെന്തോട്ടെ. തുറന്നു നോക്കണ്ടേ? ഇതാ ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണം. ഒരു ഇല ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഈ സൈഡും കൂടെ ഒന്ന് വെന്തോട്ടെ. മൂടി വെച്ചേക്കാം. ഇതാ നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ആഹാ, സൂപ്പർ അട. സ്വീറ്റ് പൊട്ടറ്റോ കൂവപ്പൊടി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം മധുരം ഒന്നും ചേർക്കാതെ, അതായത് തേനും ചേർത്തില്ല, നമ്മുടെ ശർക്കരപ്പാനി ഒന്നും ചേർക്കാതെ നമ്മൾ ഇച്ചിരി എരിവിൽ ഉണ്ടാക്കിയതാണ്. ആ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു മധുരവും തേങ്ങാപ്പീരയും മറ്റേ ഇതിൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ എരിവും എല്ലാം കൂടെ നല്ല രസമാണ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇങ്ങനെയൊക്കെ മാറി മാറി ഉണ്ടാക്കുകയാണെങ്കിൽ ഹെൽത്തിനും നല്ലതാ, ഡയറ്റ് നോക്കുന്നവർക്കും നല്ലതാ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു രുചിയും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ചുമ്മാ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ.
നല്ല രസമാണ്, പറയാൻ പറ്റത്തില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് പറ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.